വചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ക്ഷമയെന്ന വലിയൊരു പുണ്യത്തിൽ വളരാൻ ഉള്ള കൃപ നീ സ്വർഗം തുറന്ന് ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ പരിശുദ്ധ മാതാവേ, അമ്മ കാൽവരിയിൽ പുത്രൻ്റെ യാഗം കണ്ട് മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ വലിയൊരു പുണ്യത്തിൽ വളരാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേ. ഉൽപ്പത്തി പുസ്തകം 50 അതിൻ്റെ 20-ാം വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെ പലരും ഇങ്ങനെ എതിർക്കുന്നുണ്ട്, അല്ലേ? നമുക്കെതിരെ മോശമായി സംസാരിക്കുന്നുണ്ട്, നമ്മുടെ നാമം തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മളെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒത്തിരി പീഡനത്തിലൂടെ ഒത്തിരി വേദനയിലൂടെയൊക്കെ നമ്മളെ കടത്തിവിടുന്നുണ്ട്, ഒറ്റപ്പെടുത്തുന്നുണ്ട്, അവഗണിക്കുന്നുണ്ട്, മാറ്റി നിർത്തുന്നുണ്ട്, വലിച്ചെറിയപ്പെടുന്നുണ്ട്, പുറകിൽ നിന്ന് കുത്തുന്നുണ്ട്, കാല് വാരുന്നുണ്ട്, അല്ലെ? നമ്മളെ ചവിട്ടി താഴ്ത്തി മുകളിലോട്ട് കയറാൻ നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ജീവിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് പൂർവ്വ ജോസഫിൻ്റെ കാര്യവും, അല്ലേ? ജോസഫ് ഒരു വിഷൻ കാണുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ജോസഫും സഹോദരന്മാരും കറ്റ ചുമന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ ജോസഫിൻ്റെ കറ്റയ്ക്ക് ചുറ്റും 11 കറ്റ നിന്ന് താണു വണങ്ങുന്നു. അപ്പോഴത്തേക്ക് ഈ 11 പേർക്കും ഒരു ജലസി, അസൂയ ഉണ്ടാകാൻ തുടങ്ങും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം മറ്റുള്ളവരെ കഴിഞ്ഞും ഒരിച്ചിരി മെച്ചപ്പെട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ 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 ചുറ്റുമുള്ളവർക്ക് ഈ അസൂയ ഉടലെടുക്കും, ജലസി. ഒരു കൃപയിൽ വളർന്നു വരുമ്പോൾ ശുശ്രൂഷ രംഗത്തൊക്കെ അത് വലിയ ഒരു അപകടം സൃഷ്ടിക്കുന്നൊരു മേഖലയാണ് അസൂയ എന്ന് പറയുന്നത്. കാരണം നമ്മൾ പതുക്കെ 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 കൃപയിലൊക്കെ പയ്യെ പയ്യെ ദൈവം നമ്മളെ കൈപിടിച്ച് വളർത്തുമ്പോൾ ഇത് ദൈവമാണ് വളരുന്നത്, നമ്മളല്ലല്ലോ വളരുന്നേ. അപ്പോൾ ഇങ്ങനെ അസൂയയുടെ വലിയൊരു കൊടുങ്കാറ്റ് നമ്മളിലേക്ക് അടിച്ച് വീശാറുണ്ട്. അതിൻ്റെ മെയിൻ ഒരു കാര്യമാണ് ഈ അവഗണന എന്ന് പറയുന്നത്. അവഗണിക്കും, മാറ്റി നിർത്തും, അല്ലേ? കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ് മറ്റുള്ളവരെ തങ്ങളെ കഴിഞ്ഞ് ശ്രേഷ്ഠരായി കാണണം എന്ന് പഠിപ്പിച്ചല്ലോ. പക്ഷേ ഈ ഒരു അസൂയയുടെ വേര് ഇത് വല്ലാതെ വിഴുങ്ങിക്കളയും. അപ്പം അങ്ങനെ വീണ്ടും ജോസഫ് ഒരു സ്വപ്നം കാണുകയാണ്. ഈ സൂര്യനും ചന്ദ്രനും ഈ 11 സഹോദരന്മാരും നിന്ന് ഇതുപോലെ ജോസഫിനെ താണു വണങ്ങുന്നതായിട്ട് 11 നക്ഷത്രങ്ങൾ നിന്ന് ജോസഫിനെ താന്നു വണങ്ങുന്നു. അപ്പോൾ യാക്കോബും ഇതുപോലെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ, ഞാനും ഭാര്യയും മക്കളും കൂടി നിന്നെ സേവിക്കണമെന്നാണോ പറയണേ? ഇതൊക്കെ കേട്ടിട്ട് ഈ സഹോദരന്മാർക്കൊക്കെ ഭയങ്കര ഒരു ജലസി ഉണ്ടാകുക. അങ്ങനെ ജോസഫിനെ ഈ അടിമക്കാർക്ക് വിൽക്കുക, അടിമയാക്കി ഈജിപ്തിലേക്ക് വിൽക്കുക. വിറ്റിട്ട് യാക്കോബിനോട് പറയും, കടിച്ചു കീറി കൊന്നു ആരോ, കള്ളം പറയുന്നു, അല്ലേ? ഇതുപോലെ പലതും ചെയ്തിട്ട് ഈ അല്ലേ നമുക്കെതിരെയൊക്കെ പലതും ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് മാറി ഭയങ്കര പെർഫെക്റ്റായിട്ട് പോളിഷ് ചെയ്ത് സംസാരിക്കും. അവരൊന്നും അറിഞ്ഞിട്ടേ ഇല്ല, ദേ ആർ ഇന്നസെൻസ്. അങ്ങനത്തെ രീതിക്കായിരിക്കും സംസാരിക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും ഇപ്പം നമ്മളാണ് ഈ ജോസഫിൻ്റെ സ്ഥാനത്തെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കാം കാട്ടിക്കൂട്ടുന്നത്. ഇപ്പം ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. ഈ എതിർപ്പ് വരുമ്പോൾ, മാറ്റി നിർത്തലൊക്കെ വരുമ്പോൾ, അവഗണനയൊക്കെ വരുമ്പോൾ, പുറകിൽ നിന്നൊക്കെ കുത്തലൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം ചെന്ന് വിശുദ്ധ കുർബാന ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ആ വ്യക്തി നശിച്ചു പോകണം. നമ്മളും പ്രാർത്ഥിക്കുന്ന, അല്ലേ? നമ്മുടെ പ്രാർത്ഥനാ ശൈലി എങ്ങനെയാണ്? എത്രയോ ഇടി വെട്ടുന്നു, ഇങ്ങേറെ തലയിൽ ഒരു ഇടി വെട്ടുന്നില്ല എന്ന് ചോദിക്കും. എത്രയോ വണ്ടി ആക്സിഡൻ്റ് ആവുന്നു, ഇങ്ങേര് കയറി പോകുന്ന വണ്ടി ഒരു ആക്സിഡൻ്റ് ആവുന്നില്ല എന്ന് ചോദിക്കും. അപ്പം അയാൾ നശിച്ചു പോകാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന കേട്ടെന്നിരിക്കട്ടെ, അത് വെച്ച് ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി എന്നോട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫ്രൂട്ട് അതാണ്, ഫലം അതാണ്. ആ വ്യക്തി എല്ലാ മനുഷ്യരോടും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്.
അതിൽ ഒരു ഇരയാണെന്നോ ഉള്ളൂ ഞാൻ. ആ വ്യക്തി മാനസാന്തരപ്പെടാതെയാണ് മരിച്ചു പോണത്. അവിടെ ദൈവത്തിന് ആ ആത്മാവിനെ കിട്ടില്ല. കാരണം നമ്മുടെ എതിരെ നിൽക്കുന്ന വ്യക്തി, നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടല്ലോ, ആ ആത്മാവ് നശിക്കാൻ പാടില്ലല്ലോ. ആ ആത്മാവിന് രക്ഷ പ്രാപിക്കണ്ടേ? ആ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണ് യേശു കുരിശിൽ മരിച്ചത്. എനിക്ക് വേണ്ടി മാത്രമല്ല യേശു കുരിശ് മരിച്ചേക്കണത്. എന്നെ എതിർക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് യേശു മരിച്ചിരിക്കുന്നത്. അപ്പം അത് കർത്താവിൻ്റെ സ്ഥാനത്ത് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ആത്മാവിനെ രക്ഷപ്പെടുത്തേണ്ടത് എൻ്റെ ആ ഒരു തിക്ത അനുഭവത്തിലൂടെ കടന്നു ചെന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ആ പ്രാർത്ഥിക്കുന്നത് നശിച്ചു പോകാൻ വേണ്ടി ആവരുത്. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ, കാരണം എല്ലാവർക്കും ഒരു അസ്വസ്ഥപ്പെടുത്തി ഈ വ്യക്തി മരിച്ചു പോണത്. ഇനി ബൈബിളിലൊക്കെ പറയണത് പോലെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പലപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിൽ ചെന്ന് മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കും. ദൈവമേ, ആ വ്യക്തിയെ അനുഗ്രഹിക്കണേ, സകല നന്മകളും കൊടുത്തേക്കണേ. അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈ വ്യക്തി പറഞ്ഞ് എന്തെങ്കിലും ഒരു വാക്കുള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, എന്നാലും അവൻ അങ്ങനെ ചെയ്തല്ലോ, പറഞ്ഞല്ലോ. അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ഈ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവിടെ സ്റ്റോപ്പാകും. പിന്നെ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. വീണ്ടും നമ്മൾ പോലും അറിയാതെ ഈ വെറുപ്പ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ കയറി നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഈ വെറുപ്പ് കയറി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങ് ബ്ലോക്ക് ചെയ്യുക. സ്വർഗത്തിൽ നിന്ന് വരുന്ന ബ്ലെസ്സിങ്സ് നമ്മൾ കുട വിരിച്ച് ബ്ലോക്ക് ചെയ്യുന്ന പോലെ അല്ലേ? ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, അനുഗ്രഹ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. അതെൻ്റെ ദേഹത്തോട്ട് വീഴാതെ ഞാനിങ്ങനെ കുട മറച്ച് പിടിച്ചിരിക്കുക. അപ്പോൾ കുട എന്ന് പറയുന്നത് ഒരു വെറുപ്പ് പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. സ്വർഗത്തിലെ അനുഗ്രഹം ഉള്ളിലേക്ക് വരത്തില്ല. നമ്മൾ ഒരു വ്യക്തിയെ വെറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹം ആവില്ല. വെറുപ്പുള്ളി വെച്ചുകൊണ്ട് ചെന്ന് ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ ബലി അർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരനോട് എന്തെങ്കിലും നീരസം ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ വെറുപ്പുണ്ടെങ്കിൽ, നീ അവിടെ വെച്ചിട്ട് ചെന്ന് അവനുമായിട്ട് ചെന്ന് രമ്യതപ്പെട്. കാരണം വെറുപ്പോടുകൂടി അർപ്പിക്കുന്ന ബലിയൊന്നും നമുക്ക് പ്രയോജനപ്പെടില്ല. വെറുപ്പോടുകൂടി ചെയ്യുന്ന ഒന്നും അനുഗ്രഹം ആവത്തില്ല. ജോലി പോലും അനുഗ്രഹം ആവത്തില്ല. ഇൻക്ലൂഡിങ് നമുക്കിപ്പോൾ കുക്ക് ചെയ്യുന്നു, ഒരു ഉള്ളിൽ ഒരാളോട് ഒരു വെറുപ്പ് വെച്ചുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്ത് അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് പോലും കഴിക്കാൻ പറ്റത്തില്ല ആ സാധനം. പല കുടുംബങ്ങളിലും അങ്ങനെയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് വെറുപ്പ്, ഭർത്താവിന് ഭാര്യയോട് വെറുപ്പ്, അപ്പനും അമ്മയ്ക്ക് മക്കളോട് വെറുപ്പ്, മക്കൾക്ക് അപ്പനും അമ്മയോട് വെറുപ്പ്. അപ്പോൾ ഈ വെറുപ്പിൻ്റെ ഒരു ഭിന്നത അവിടെ ഇങ്ങനെ സൃഷ്ടിച്ചപ്പെട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ നാല് ദിക്കിലാണ് നിൽക്കുന്നത്. അതിനാ ഒരു ഉള്ളിലൊരു വെറുപ്പ് വെച്ചുകൊണ്ടല്ലോ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. ശരിയാവില്ല ഒരിക്കലും. അപ്പോൾ ഈ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറും. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു കർത്താവ്, ഇനി എന്ത് ചെയ്യണം? നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ഈശോ എന്നോട് ഒരു കാര്യം പറഞ്ഞു തന്നു. എടാ, എൻ്റെ അമ്മ ഈ ലോകത്ത് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അല്ലേ, മരിയൻ അപ്പേരേഷൻ, നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി ഗൂഗിളിൽ. അതിനകത്ത് മെസ്സേജ് നിങ്ങൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അമ്മ കോമൺ ആയിട്ട് പറയുന്നൊരു മെസ്സേജ് ഉണ്ട്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. നീ ആ വ്യക്തിയെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വയ്ക്ക്. കാരണം നിന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച്, ഏറ്റവും കൂടുതൽ നിനക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് കരുതുന്ന ആ വ്യക്തിയെ നീ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് നീ ആ വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. ഒരുപക്ഷെ ജോസഫ് ചെയ്തത് അതായിരിക്കാം അല്ലേ? പൊത്തിഫറിൻ്റെ വീട്ടിൽ അടിമയായിട്ട് കഴിയുന്നു, അതിന് കാരാഗ്രഹത്തിൽ വസിക്കുന്നു. അവിടെയൊക്കെ കിടന്ന് ഒരു പരാതിയില്ലാതെ ജോസഫ് ദൈവഹിതം അതിനകത്തുനിന്ന് അന്വേഷിക്കുക. കാരണം ഇതിനുള്ളിൽ ഒരു ദൈവഹിതം മറഞ്ഞു കിടപ്പുണ്ടേ. ഓരോ തിക്ത അനുഭവങ്ങളുടെ ബാക്കിൽ ഒരു ദൈവത്തിൻ്റെ ഹിതം മറഞ്ഞു കിടക്കുന്നു. ആ ഹിതം എന്താണ് നമ്മൾ അന്വേഷിക്കേണ്ടത്? ആ ഹിതം മനസ്സിലാക്കി കഴിഞ്ഞാൽ, കാരണം ഓരോ തിക്ത അനുഭവങ്ങളും വ്യക്തികളിലൂടെയാണല്ലോ വരുന്നത്. നമ്മൾ ആ വ്യക്തിയെ നോക്കണ്ട, നമ്മൾ ആ അനുഭവത്തെ എടുത്ത് വെച്ചിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കെ, ദൈവമേ, ഞാൻ ഇന്നൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു, ഇതിൽ നീ എന്താ എന്നെ പഠിപ്പിക്കണത്? നീ എന്താ എന്നെ പഠിപ്പിക്കണത്? ഒരുപക്ഷെ ജോസഫ് അങ്ങനെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. എന്നിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫിന് മുൻകൂട്ടി കാണാനുള്ള ഒരു കൃപയുണ്ട്. കാരണം അത് ബൈബിളിൽ ഉടനീളം കാണുന്നുണ്ട്. ഫറവോയുടെ സ്വപ്നമൊക്കെ നന്നായിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. അതും വരും കാലങ്ങളാണ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ജോസഫിന് വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പിന്നീട് നിൻ്റെ സഹോദരന്മാർ വരും, ഗോതമ്പ് തപ്പി ഇവിടെ വരും, നീ അവരോട് ഒരു നീരസവും കാണിക്കരുത്, ഒരു വെറുപ്പ് വിദ്വേഷം ഒന്നും കാണിക്കരുത്. ജോസഫിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു.
കാരണം ജോസഫ് ആ ഒരു സ്ട്രഗിളിൻ്റെ ഉള്ളിൽ, അതിനുള്ളിലെ ഒരു ദൈവഹിതത്തെ ഇങ്ങനെ പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ ജോസഫ് ഫ്രീ ആയി. അങ്ങനെ ഫ്രീ ആവാൻ കാരണം ഒരുപക്ഷെ ജോസഫ് ഇതുപോലെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, സഹോദരന്മാരുടെ ഒരു മാനസാന്തരത്തിന് വേണ്ടി. അപ്പോൾ നമ്മളൊരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് മാറുക, അത് പെട്ടെന്ന് ദൈവം കേൾക്കും. കാരണം ആ വ്യക്തിക്കുള്ളിൽ മാറ്റം വരിക. മറ്റേ രണ്ടും ആ വ്യക്തിക്കുള്ളിൽ മാറ്റം വരണമെന്നില്ല. പക്ഷെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ, ത്യാഗവും പരിത്യാഗവും ഒക്കെ ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നേരത്തെ ആഹാരം വേണ്ടെന്ന് വെക്കുന്നു, അത് ത്യാഗമാണ്. ത്യാഗവും ചെയ്യണം, പരിത്യാഗവും ചെയ്ത് ഓരോ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിത്യാഗം എന്ന് പറയുന്നത് ആ ഒഴിവാക്കിയ ആഹാരം എടുത്ത് വിശക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നു, അവിടെ ഒരു പരിത്യാഗമാകുക. ഇത് രണ്ടോടും കൂടി ഒരു ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ത്യാഗവും പരിത്യാഗവും എടുത്ത് ഓരോ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ അവിടെ മാനസാന്തരത്തിൻ്റെ കൃപ ഒഴുകും. ആ വ്യക്തിയുടെ മനസ്സ് മാറും. ആ വ്യക്തിയുടെ മനസ്സ് മാറുന്നതോടുകൂടി ആ വ്യക്തിയുടെ ആക്ടിവിറ്റീസൊക്കെ മാറുക. അയാൾ ആ തിന്മ ചെയ്തുകൊണ്ടിരുന്നത് അയാളുടെ ആക്ടിവിറ്റീസ് എല്ലാം പതുക്കെ പതുക്കെ നന്മയായിട്ട് മാറുക. അയാൾ എന്നോട് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരോടും അയാൾ അങ്ങനെ ചെയ്യണത്. അവരോടെല്ലാം ഉള്ള ആ സമീപനം മാറുകയാണ്. അപ്പോൾ മറ്റുള്ളവർക്കെല്ലാം അയാളൊരു പ്രീതികരമായി മാറുകയാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് മാനസാന്തരത്തിന് നമ്മൾ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നോ, നമ്മുടെ മനസ്സിൽ നിന്ന് ആ സംഭവം ഇങ്ങനെ തുടച്ച് നീക്കപ്പെടുക. ആ വെറുപ്പ് വിദ്വേഷം എല്ലാം തുടച്ച് നീക്കും. നമ്മുടെ മൈൻഡ് ഫ്രീ ആവും. മൈൻഡ് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ദൈവഹിതം തിരിച്ചറിയാൻ പറ്റും. ഇങ്ങനത്തെ ഒരു വെളിപ്പെടുത്തൽ കർത്താവ് അതിലൂടെ തരും. അതിലൂടെ തന്നു കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് അവിടെയാണ് ഒരു ക്ഷമയുടെ ഒരു പൂർത്തീകരണം ആവുന്നത്. അല്ലെങ്കിൽ അവിടെ പൂർത്തീകരണം ആയിട്ടില്ല. നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോഴും പലപ്പോഴും ഈ ഉള്ളിലിങ്ങനെ മറക്കാൻ പറ്റത്തില്ല, അല്ലേ? ക്ഷമിച്ചു എന്ന് പറയും, പക്ഷെ മറക്കാൻ പറ്റത്തില്ല. അതും കൂടി വരണം. ശരിക്കും നമ്മൾ കുമ്പസാരത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഈശോ പറയുന്നില്ലേ, ഞാൻ നിൻ്റെ പാപം ആഴിയുടെ അഗാധത്തിലേക്ക് വലിച്ചെറിഞ്ഞു, ഞാനത് ഓർക്കുന്ന പോലും ഇല്ല കുഞ്ഞേ. ആഴിയുടെ അഗാധത്തിലേക്ക് വലിച്ചെറിഞ്ഞ സാധനം അവൻ പോലും ഓർക്കുന്നില്ല. പക്ഷെ നമ്മുടെ മുഖത്ത് നോക്കി വരുന്ന ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയുഷ്കാലം മുഴുവൻ ആ ചീത്ത ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും. ഇതാണ് ഒരു ദൈവിക കാഴ്ചപ്പാടും മാനുഷിക കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരു ദൈവിക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആ ക്ഷമയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് മറക്കലും കൂടിയാണ്. പരിപൂർണമായിട്ട് നമുക്ക് മറക്കാൻ പറ്റണം. ആ വ്യക്തി ഫ്രണ്ടിൽ വന്ന് നിന്നാലും നമുക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്തതായിട്ട് പോലും നമുക്ക് ഒരു ഫീൽ ചെയ്യാൻ പാടില്ല, അല്ലേ? ഉള്ളിലൊരു ഫീൽ ചെയ്യും. നമ്മളെ ഒത്തിരി ദ്രോഹിച്ചൊരു വ്യക്തി നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഫീൽ ഉണ്ടാകുമല്ലോ, ആ ഫീല് പോലും കാണാൻ പാടില്ല. അങ്ങനെ ഒരു ക്ഷമയുടെ ഒരു പൂർത്തീകരണത്തിൻ്റെ മേഖല വരുമ്പോൾ ഇത് ദൈവം ഉപരി നന്മയാക്കി മാറ്റും. അതാ വചനം പറയുന്നത്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു. കാരണം നമ്മുടെ ജീവിതത്തിലെല്ലാം ഇങ്ങനെയാണ്. 1-2 എക്സാമ്പിൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം. ഒന്ന്, ഒരു കമ്പനിയുടെ ഒരു ഇൻ്റർവ്യൂ നടക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് എനിക്ക് വേണ്ടി കുറച്ച് റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരാളെ എടുക്കാവുള്ളെങ്കിൽ എന്നെ എടുക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ കയറേണ്ടത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോലും ആൾക്കാർ വിളിച്ചെനിക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അറിയാണ് എന്നെ അവിടെ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഫ്രസ്ട്രേഷനായി. കാരണം നമ്മൾ അടുത്ത ദിവസം ജോയിൻ ചെയ്യാൻ കാത്തിരിക്കുന്ന എല്ലാത്തിനും റെഡി ആയിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം റെഡി ആയിരിക്കുന്ന സമയം, അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നോക്കി റെഡി ആയിരിക്കുന്ന സമയം, തൊട്ട് തലേ ദിവസം നമ്മൾ അറിയാണ് എന്നെ അവിടെ എടുത്തിട്ടില്ല. ദ ഇഗ്നോർഡ് മീ. അന്ന് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ അവരെയൊക്കെ പബ്ലിക്കായിട്ട് ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് വലിയൊരു നന്മയായിട്ട് മാറിയിട്ടുണ്ട്. അന്ന് ഞാൻ ആ ജോലിക്ക് കയറിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അതിനകത്തൊരു അടിമയെ പോലെ കഴിയേണ്ടി വന്നേനെ. പക്ഷേ ദൈവം അത്ഭുതകരമായിട്ട് അന്ന് അവിടുന്ന് രക്ഷപ്പെടുത്തിയെടുത്തു. പക്ഷെ അത് അവരെ ഇങ്ങനെ തിരിപ്പിച്ചാണ് ദൈവം ചെയ്തത്. അവർ ഒഴിവാക്കി നമ്മളെ. അപ്പോൾ അന്നൊക്കെ അവർ നമുക്കെതിരെ തിന്മ ചെയ്തു, അവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലാക്കി തരാൻ തുടങ്ങി. പയ്യെ ക്ഷമിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ പിന്നീട് ദൈവം തന്ന ഒരു ജോലിയിലെ ഉയർച്ച, നമ്മുടെ ഒരു അങ്ങനെ ദൈവം ഒരു വളർത്താൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ദൈവം പയ്യെ മാറ്റാൻ തുടങ്ങി. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് വളർച്ചയില്ല, ഒന്നുമില്ല, ഇങ്ങനെ തന്നെ അങ്ങ് നിന്ന് പോകേണ്ടി വന്നേനെ. പക്ഷെ അന്ന് എനിക്ക് തോന്നി അവരെനിക്ക് തിന്മ ചെയ്തു. അന്ന് അവരതാ ചെയ്തത്. യഥാർത്ഥത്തിൽ അവരെനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നന്മയാക്കി മാറ്റി. ആ ഒരു കാലയളവിൽ ഒരു ബഹുമാനപ്പെട്ട ഒരു സയൻറ്റിസ്റ്റ്, ഒരു സാറുണ്ടായിരുന്നു.
നല്ല പ്രാർത്ഥന അനുഭവത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. യാദൃച്ഛികമായിട്ട് ആ മനുഷ്യൻ്റെ മുമ്പിൽ ഞങ്ങളൊന്ന് കണ്ടുമുട്ടാനിടയായി. അന്ന് ആ വ്യക്തിയോട് ഞാൻ അന്നേ സംസാരിച്ചിട്ടുള്ളൂ, അന്ന് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഒറ്റ സെൻറ്റൻസ് മാത്രം ആ വ്യക്തി എന്നോട് തിരിച്ച് പറഞ്ഞുള്ളൂ, ജോർജെ, നമ്മുടെയൊക്കെ ജീവിതം ഒരു മരം പോലെയാണ്. ഈ കർഷകൻ വന്ന് ഈ കൊമ്പുകളൊക്കെ വെട്ടി ഒരുക്കും, ഈ ആഞ്ഞിലി മരമൊക്കെ മുകളിലോട്ട് വളരാൻ വേണ്ടി. ഇതുപോലെ നമ്മുടെ ജീവിതവും ദൈവം വന്ന് വെട്ടിയൊരുക്കും. ആ വെട്ടിയൊരുക്കൽ എന്ന് പറയുന്നത് റിലേഷൻഷിപ്സിനെ കട്ട് ചെയ്യും. ദൈവം റിലേഷൻഷിപ്സിനെ കട്ട് ചെയ്യും. ഉറ്റവർ ഉടയവർ എന്നൊക്കെ പറഞ്ഞ് നമ്മളിരിക്കുന്ന ആൾക്കാർ നമുക്കെതിരെ തിരിയും. ആ റിലേഷൻ കട്ടാവും. അപ്പോൾ ഒരു ചില്ല വെട്ടുമ്പോൾ മരത്തിന് വേദന എടുക്കുന്ന പോലെ തന്നെ മാനസികമായിട്ട് നമ്മളും വലിയൊരു വേദനയിലേക്ക് കടന്നു പോകും. പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പം 2015 ഇതുപോലെ ഒരു റിലേഷൻ കട്ടായത്, നമ്മുടെ ജീവിതത്തിൽ കട്ടായത്. 2022 നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ 2015 ആ റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ദൈവം നമ്മളിലൂടെ ആ പുറത്തു വരുത്തിക്കുന്ന ആ ഫലങ്ങൾ കായ്ക്കാൻ തടസ്സമാണ് ആ റിലേഷൻ. അത് പിന്നീട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വൈഫിൻ്റെ ജോലി തെറിച്ചു. വൈഫ് ക്യാരിങ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, ഇങ്ങനെ ക്യാരിങ് ആയവരൊന്നും ഇവിടെ വർക്ക് ചെയ്യാൻ പാടില്ല, റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. ഇതും വന്നപ്പോഴാണ് അടുത്ത പ്രശ്നം. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ഞാൻ. കാരണം ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങൾ അറിഞ്ഞിരിക്കണത്, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നിപ്പം ഞങ്ങൾ വിവാഹ ജീവിതം 8 വർഷം കഴിഞ്ഞു, 3 കുഞ്ഞുങ്ങളായി. അപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് ജോലി പോയത് അനുഗ്രഹമാണ്. അത് പിന്നെ വൈഫ് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഏറ്റവും വലിയൊരു ജോലി അവൾ ചെയ്യുന്നുണ്ട്, ഏറ്റവും വലിയൊരു പുണ്യം അവൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കിയെടുക്കുന്നുണ്ട്. അതൊരു അമ്മയുടെ സാന്നിധ്യം വേണം കുഞ്ഞുങ്ങൾക്ക്. ആ സാന്നിധ്യം ദൈവം ആഗ്രഹിച്ചിരുന്നു. ആ പ്രഗ്നൻസിയുടെ സമയത്ത് ഒരു പ്രാർത്ഥനാപൂർവം, ഒരു ത്യാഗപൂർവം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. കാരണം ഓരോ കുഞ്ഞും ജനിക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് സ്ട്രഗിൾസിലൂടെയൊക്കെ മാതാപിതാക്കൾ ചിലപ്പോൾ കടന്നു പോയിന്നിരിക്കാം. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഔസേപ്പിതാവും മറിയവും യേശുവിൻ്റെ ജനനത്തിന് മുമ്പും അതുപോലെ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോയത്. ഒത്തിരി സ്ട്രഗിളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നത് അത് ആ കുഞ്ഞിന് വേണ്ടിയായിരിക്കാം. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ വെച്ച് നോക്കുമ്പോൾ ആ വൈഫിൻ്റെ ജോലി പോയത് ഇന്ന് ഒരു അനുഗ്രഹമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അന്ന് അവർ നമുക്ക് തിന്മ ചെയ്തു, ആ ജോലി തട്ടിത്തെറിപ്പിച്ചു. അവർ നമുക്ക് തിന്മ ചെയ്തു, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കഴിയുമ്പോൾ നമ്മളിലൂടെ ഒരു ശുശ്രൂഷ ദൈവം സ്റ്റാർട്ട് ചെയ്യും. അതിതാണ് ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അന്ന് അവിടുന്ന് അങ്ങനെ ചെയ്തത്. അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ ഒരു സ്ട്രഗിള് കടത്തിവിടുക. കാരണം ഇത് മനസ്സിൻ്റെ പരീക്ഷയാണല്ലോ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? മനസ്സിൻ്റെ പരീക്ഷ. ഞാൻ LKG 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിൽ കയറണം, എക്സാം എഴുതി പാസ്സായിട്ടല്ലേ 2ാം ക്ലാസ്സിൽ കയറുന്നത്. ഇതുപോലെ മനസ്സിൻ്റെ പരീക്ഷയാണ് ഒരു സഹനമെന്ന് പറയുന്നത്. അതിനെ ഞാൻ പാസ്സായേ പറ്റത്തുള്ളൂ. ഫെയിലായി കഴിഞ്ഞാൽ ആ 1ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് ഞാൻ 3ാം ക്ലാസ്സിലെത്തി. ഇനി 2ലാണോ 3ലാണോ കൂടുതൽ കാര്യം പഠിക്കാനുള്ളത്? 3ാം ക്ലാസ്സിലല്ലേ? അതുപോലെ ആ സ്റ്റേജിലെത്തുമ്പോൾ ആ സഹനത്തിൻ്റെ തോത് ഇച്ചിരി കൂടി വലുതാണ്. അതിനെ കടന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെത്തുന്നു, അങ്ങനെ 10ാം ക്ലാസ്സിലെത്തുന്നു. 10ാം ക്ലാസ്സിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ 1ലും 2ലും കിടന്ന് കഷ്ടപ്പെടുന്ന ഒത്തിരി ആത്മാക്കൾ നമ്മുടെ മുമ്പിൽ വരും. അവരെ ഈസി ആയിട്ട് നമുക്ക് പിടിച്ച് അപ്പുറം കടത്താൻ പറ്റും. ഇതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് ഓരോരുത്തരെ ഇങ്ങനെ തിരിപ്പിച്ച് അവരിലൂടെ ദൈവം നമുക്കൊരു സഹനം അനുവദിക്കുന്നത്. ഇതൊക്കെ നമ്മളെ വളർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു വ്യക്തി നമ്മളെ കരിവാരി തേച്ചാൽ ആർക്കാ അഡ്വാൻറ്റേജ്? എനിക്ക് അഡ്വാൻറ്റേജ്. കാരണം എനിക്കത് നന്മയാക്കി ദൈവം മാറ്റും. ഒരു വ്യക്തി നമ്മളെ അവഗണിച്ചാൽ എനിക്കത് നന്മയായി മാറും. ഒരു വ്യക്തി എന്നെ ഇറക്കി വിട്ടാൽ എനിക്ക് നന്മയായി മാറും. ഒരു വ്യക്തി എന്നെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ എനിക്ക് നന്മയായി മാറും. അത് സകല അനുഭവങ്ങളും നമുക്ക് നന്മയാക്കി മാറ്റുന്ന ഒരു കർത്താവാണ്. സകല തിക്ത അനുഭവത്തിൻ്റെ ഉള്ളിലും ദൈവം ഒരു ജ്ഞാനം, ഒരു ദൈവഹിതം മറച്ചു വച്ചിരിക്കുന്നു. അത് അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. അത് മനസ്സിലായി കഴിയുമ്പോൾ ജോസഫിന് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. യാക്കോബ് 12 കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നുണ്ട്. അതിൽ ജോസഫിന് കൊടുക്കുന്ന അനുഗ്രഹം ഭയങ്കര അർത്ഥവത്തായ ഒരു അനുഗ്രഹമാണ്. ജോസഫിനോട് ഇങ്ങനെ പറയുന്നു, ഉൽപ്പത്തി 49:22 മുതലുള്ള വചനങ്ങൾ. നീരുറവയ്ക്കരികെ നിൽക്കുന്ന
ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. അവിടെ ഒരു ക്ഷമയുടെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ, പാറയായ ദ റോക്ക് അല്ലേ, സങ്കീർത്തനൊക്കെ പറയുന്നത് കർത്താവേ നീ എൻ്റെ പാറയാണ്, നീ എൻ്റെ കോട്ടയാണ്. അങ്ങനെയായ ഒരു ദൈവം, ആ ദൈവം തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. നമ്മളും ഇതുപോലെ ക്ഷമയുടെ ഒരു പൂർണ്ണ മേഖലയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ പിതാവായ ദൈവം അവൻ്റെ പാറ പോലുള്ള കൈകൾ കൊണ്ട് നമ്മുടെ കരങ്ങളെ ശക്തിപ്പെടുത്തും. കുലുങ്ങാൻ സമ്മതിക്കില്ല, വീഴാൻ സമ്മതിക്കില്ല, പരാജയപ്പെടാൻ സമ്മതിക്കില്ല. നിൻ്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. നമ്മുടെ ദൈവം നമുക്ക് തുണയായിരിക്കും. ക്ഷമിക്കാം. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ. ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും. നിൻ്റെ വീട്ടിൽ ആഹാരം കുറയില്ല, നിൻ്റെ സന്തതി അറ്റുപോവില്ല. അതാ ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹം നിനക്കുണ്ടാവട്ടെ. നിൻ്റെ സന്തതി അറ്റുപോവില്ല. അതാ വിട്ടുകൊടുക്കുന്നവർ ദേശം അവകാശമാക്കിയെടുക്കും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. വിട്ടുകൊടുക്കുന്നവർ, ക്ഷമിക്കുന്നവർ ദേശം അവകാശമാക്കിയെടുക്കും. നിൻ്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്. അവ ജോസഫിൻ്റെ ശിരസിൽ തൻ്റെ സഹോദരന്മാരിൽ നിന്ന് വേർപെട്ടിരുന്നവൻ്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. കാരണം സഹോദരന്മാർ വെറുത്തവരാണ് അല്ലേ, വെറുത്ത് അവഗണിച്ച് മാറ്റിയിട്ടതാ. ആ ജോസഫ് പരിപൂർണമായിട്ട് ക്ഷമിച്ച് അവരെ സ്നേഹിക്കാൻ തയ്യാറായി. അവർക്ക് ചെയ്യേണ്ട നന്മകളൊക്കെ അതാ ഈശോ പറയണത്, നിൻ്റെ ശത്രുവിനെ ദാഹിക്കുമ്പോൾ നീ ജലം കൊടുക്ക്, നീ അവന് വിശക്കുമ്പോൾ ആഹാരം കൊടുക്ക്, അനുഗ്രഹിക്കല്ല, നീ അവരെ ശപിക്കരുത്. അങ്ങനെ ചെയ്തത് വഴി ജോസഫിന് കിട്ടിയ വലിയൊരു അനുഗ്രഹം ജോസഫിൻ്റെ ശിരസിൽ തൻ്റെ സഹോദരമായി വേർപെട്ട് നിന്നവൻ്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. ഈ ഒരു അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ജോസഫിനെ പോലെ ക്ഷമിക്കാം. ഈ വചനം നമ്മുടെ ജീവിതത്തിലും അർത്ഥവത്താവട്ടെ. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു. വീണ്ടും പറയുന്നു, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അതെനിക്ക് നന്മയായി മാറ്റി. ദൈവം അതെനിക്ക് നന്മയായി മാറ്റി. അവിടെ നമുക്ക് പരിഭവം വേണ്ട, നമുക്ക് സകലരോട് ക്ഷമിക്കാം. അത് പരിപൂർണമായിട്ട് ക്ഷമിക്കാം. വിട്ടുകളയാം, നമ്മുടെ തലേന്ന് വിട്ടുകളയാം. ഒന്നും നമ്മൾ ഭാരം ചുമന്നുകൊണ്ട് വെക്കേണ്ട. ഇന്ന് കാണുന്നത് പോലെ ഇനി വരും വർഷങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇന്ന് മറ്റുള്ളവരെ കൊണ്ട് ആ ഒരു അനുഭവം നമുക്ക് തന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ആ ക്ഷമിക്കുന്ന സ്നേഹം കർത്താവേ, നീ പത്രോസിനോട് പറഞ്ഞല്ലോ 70 പ്രാവശ്യം ക്ഷമിക്കണം. ആ 70 പ്രാവശ്യം ക്ഷമിക്കുന്ന ആ വലിയൊരു സ്നേഹത്തിൻ്റെ അഗ്നി ഞങ്ങളുടെ ഹൃദയത്തിൽ നീ കത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ക്ഷമയെന്ന വലിയൊരു പുണ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.